പകുതി ക്യാരറ്റ്, പകുതി കിഴങ്ങ്, ഒരു പച്ചമുളക്, ഒരു സവോള, ഗരം മസാല അവയെല്ലാം കൂടിയിട്ട് വഴറ്റുക. നെയ്യിൽ വഴറ്റുക. ഒരു 3 സ്പൂൺ നെയ്യിൽ വഴറ്റുക. ഇത് നട്ട്സ് വറുത്ത് വെച്ചിരിക്കുന്നത്. ഇത് വഴറ്റിയ ശേഷം 1/2 ഗ്ലാസ് ചൂടുവെള്ളം ഒഴിക്കുക. നെയ്യ് ഇതാണ്, മിൽമ നെയ്യ്. ചൂടുവെള്ളം 1/2 ഗ്ലാസ് ഒഴിച്ചിട്ട് കുറച്ച് നേരം ആവിയിൽ വേവിക്കുക. ഒരു 2-3 ഗ്രാമ്പു, ഒരു ഏലക്ക, ഒരു ജാതിപത്രി ഒരെണ്ണം. ഇത് ജീരകശാല റൈസാണ്. അത് കഴുകി ഉണക്കി ഊറ്റി വെച്ചതാണ്. 3 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. 2 ഗ്ലാസ് അരിക്ക് 3 ഗ്ലാസ് വെള്ളം, അതായത് 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം. പാകത്തിന് ഉപ്പും കൂടി ഇടുക. ഇപ്പോൾ 3 ഗ്ലാസ് വെള്ളമായി. ആവശ്യത്തിന് ഉപ്പിടുക. ഒരു പകുതി നാരങ്ങാ നീര് പിഴിയുക. അതിനുശേഷം ഇടയ്ക്ക് ഒരു കാര്യം കൂടെ ഉണ്ട്. 2 മുട്ട അടിച്ചെടുക്കുക. അത് കുറച്ച് കുരുമുളക് പൊടി, സ്വല്പം ഉപ്പ് വീട്ടടിച്ചിട്ട് ഉപ്പ് സ്വല്പം ഇടുക, അടിച്ചെടുക്കുക. മുട്ട അത് ഒരു ചെറിയ പാത്രത്തിൽ പൊരിച്ച് എടുക്കുക. അതായത് കുറച്ച് പീസ് കഷ്ണങ്ങളായിട്ട്. അത് ചോറ് റൈസ് വെന്ത ശേഷം നല്ല ടേസ്റ്റി ആയിട്ടുള്ള മല്ലി റൈസ്. ഇനി മറ്റേ വറുത്ത് വെച്ചിരിക്കുന്ന നട്ട്സും 3 ഗ്ലാസ് വെള്ളം, ചൂടുവെള്ളം വേണം ഉപയോഗിക്കുവാൻ. ശേഷം മുട്ട വറുത്ത് വെച്ചിട്ട് ഇളക്കിയെടുക്കുക. താങ്ക് യു. നല്ല